നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ നെതന്യാഹു ശ്രീമാൻ നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് എന്തോ വലിയ സംഭവം വരാൻ പോകുന്നു. ഏതോ ഉഗ്രശേഷിയുള്ള ബോംബിങ്ങിനെ പറ്റിയായിരിക്കും സംസാരിച്ചിരിക്കുന്നത്. വാർത്ത കടന്നു വരികയാണ് ഗസയിൽ നിന്ന്. ഗസയിൽ പ്രാദേശിക സമയം ഉച്ചയോടെ റഷ്യൻ തീരദേശ റൂട്ടിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ റാഡ്സാദ് അടക്കം 4 പേര് മരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ അല്ല, ഹമാസിന്റെ രണ്ടാമത്തെ കമാൻഡർ, ചീഫ് ഓഫ് വെപ്പൺ, ആയുധ നിർമ്മാണശാലയുടെ തലവൻ, അതുമാത്രമല്ല എല്ലാ ടെക്നോളജികളും ഗസയിലും പിന്നെ ഈ പലസ്തീനിലും എവിടെയാണ് ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയല്ല, റാഡ്സാദ് ആണ് രണ്ടാമത്തെ കമാൻഡറാണ്. അദ്ദേഹം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ആ ഒരു കാറിൽ ഇങ്ങനെ പോവുകയാണ് തീരദേശ റൂട്ടിൽ കൂടെ. കറക്റ്റ് ഒരു ഡ്രോണിൽ നിന്ന് മിസൈൽ വിട്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഹമാസ് അംഗീകരിച്ചിട്ടില്ല. വളരെ ഭയങ്കര വലിയൊരു തീരാ നഷ്ടമാണ് ഹമാസിന് സംഭവിച്ചിരിക്കുന്നത്. കാരണം അവരിപ്പോ തന്നെ പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുകയാണ്. അവർക്ക് തലവനെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ആർമി അല്ല, സൈനിക തലവനെ വേണമെന്നുള്ള പരസ്യം വന്നു. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും ബുദ്ധിശേഷിയുള്ള റാഡ്സാനെ പോലെ പുതിയൊരു വ്യക്തിയെ കണ്ടെത്താൻ അവർക്ക് ബുദ്ധിമുട്ടും. കാരണം എവിടേക്കാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിയ പോലും ഇല്ല. അപ്പോൾ ഈ ഹമാസുമായുള്ള ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ ചർച്ച മുന്നോട്ട് വന്നപ്പോൾ ഖത്തറിലെ നേതാക്കന്മാരോട് ഹമാസിലെ നേതാക്കന്മാർ പറഞ്ഞു, ഒരു കാരണവശാലും വെടിനിർത്തൽ അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാ? ഇസ്രായേല് വളരെ വ്യക്തമാക്കി അവർക്കറിയാം, വെടിനിർത്തിയാലും ഇല്ലെങ്കിലും ഹമാസ് ഒക്ടോബർ 7-ാം തീയതി ആരൊക്കെയാണോ പങ്കെടുത്തത് അവരെ മൊസാദും ഷെൻബിറ്റൊന്നും വിടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഹമാസിന് അറിയാം. അവർ പറഞ്ഞതാണ് ഒരു കാരണവശാലും ചെയ്യരുത്. പക്ഷെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളും അന്താരാഷ്ട്ര പ്രഷറും വന്നതുകൊണ്ട് അവർക്ക് അംഗീകരിക്കേണ്ട ഒന്ന് ബന്ദികളെ വിട്ടുകൊടുത്തു. ഇപ്പോൾ ഈ ഒരു പ്രിസിഷൻ അറ്റാക്ക്, അതായത് ഒരു റോട്ടിൽ കൂടെ ഒരു കാറിൽ പോകുമായിരുന്ന അവരുടെ രണ്ടാമത്തെ വലിയ തലവനെ കൊലപ്പെടുത്തണമെങ്കിൽ ഹമാസിന്റെ ഓരോ നേതാക്കന്മാരും എന്ത് പക്ഷമാണ് കഴിക്കാൻ പോകുന്നത് എന്ന് പോലും അവർക്കറിയാം. അല്ലെങ്കിൽ അവരുടെ എല്ലാ വെയർ അബൌട്ട്സും, എന്ത് ചെയ്യാൻ പോകുന്നു, ഉടുത്ത ഡ്രസ്സിന്റെ കളർ പോലും ഇസ്രായേലിന് അറിയാം. അത് തക്കം കിട്ടുമ്പോഴായിരിക്കും അവര് ഈ പറഞ്ഞ ബോംബാക്രമണം. ആലോചിച്ച് നോക്കുക, പ്രിസിഷൻ അറ്റാക്ക് എവിടെ ഒളിച്ചിരിക്കുന്നു. ഹമാസിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം അവരിതാണ് മുന്നോട്ട് വെച്ചത്. ഒരു കാരണവശാലും ബന്ദികളെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. കാരണം വിട്ടുകൊടുത്താൽ ഇസ്രായേല് ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് അവരെ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞാണ് ഖത്തറിലെ അവരുടെ നേതാക്കന്മാര്. പക്ഷെ സാഹചര്യങ്ങൾ ഒരുപാട് മാറിപ്പോയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇസ്രായേൽ പറയുകയാണ് വെടിനിർത്തൽ എന്നുള്ളത് ശരിയാണ്, പക്ഷെ റഫ ഞങ്ങളുടെയാണ്, ഗസ ചുരുങ്ങി ചുരുങ്ങി ആ ഭാഗം ഞങ്ങളുടെയാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറയുന്നവര് ഒരു വെള്ള വര അങ്ങ് വരച്ചിരിക്കുകയാണ്. മറ്റേ നമ്മുടെ നാട്ടിലെ കേരളയിലെ കുറ്റി അടിക്കുന്ന പോലെ, അടുക്കളയിലെ കുറ്റി അടിച്ച പോലെ ഒരു കുറ്റി അടിച്ചിരിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ. ഇത് ഇസ്രായേൽ പറയുന്നത് ഈ കുറ്റിക്ക് അപ്പുറത്ത് ഞങ്ങളുടെയാണ്. ആര്? ഞങ്ങൾ തീരുമാനിക്കും. എന്താണ് ഈ കാണുന്നത്? ആലോചിച്ച് നോക്കുക. ബന്ദികളെ വിട്ട് കിട്ടുമ്പോൾ അവർ പറഞ്ഞു ഈ ആദ്യം മഞ്ഞ വര, വെള്ള വര, ചുമന്ന വര, ഈ വര വര വര, ഇപ്പൊ പറയുന്നത് വരയിലോ ഒന്നുമില്ല, ഈ കുറ്റിക്ക് അപ്പുറം ഞങ്ങളുടെ ഭാഗമാണ്. ഇനി ഇങ്ങോട്ട് വന്നാൽ വളരെ മോശമായ സാഹചര്യമാണ്. കാരണം ഹമാസിന്റെ അവസ്ഥയിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഒക്ടോബർ 7-ാം തീയതി പങ്കെടുത്ത ഓരോ നേതാക്കന്മാരും സ്കെച്ച് ചെയ്തിരിക്കുകയാണ്. സമയാസമയങ്ങളിൽ ഡ്രോണുകളൊക്കെ ഇങ്ങനെ വരികയാണ്. ഇതിലിനി എനിക്ക് അറിഞ്ഞുകൂടാ, ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ വെടിയായിരിക്കും നിർത്തുന്നത്. പക്ഷെ ഇത് വെടിയല്ല, ഇത് മിസൈലാണ് വരുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ ഭാഷയിൽ വെടി വെക്കുക എന്ന് പറഞ്ഞാൽ AK-47 കൊണ്ടുള്ള വെടിനിർത്തൽ നിർത്തിയിരിക്കുന്നു. പക്ഷെ ഡ്രോണുകളിൽ നിന്ന് വേണമെങ്കിൽ മിസൈൽസ് അയക്കാം എന്നുള്ളതാണ്. അത് ഹമാസിന്റെ നേതാക്കന്മാർ വളരെ ഭയങ്കര നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയം എനിക്ക് പറയാൻ കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം മീഡിയ വണ്ണ് പഴയ ആവേശം കുറഞ്ഞോ എന്ന് എനിക്കൊരു ചെറിയൊരു സംശയം. അവർ പോലും ഇത്രയും വലിയൊരു രണ്ടാമത്തെ വലിയ നേതാവിനെ കൊലപ്പെടുത്തിയിട്ട് പോലും അത്ര ഒരു പ്രാധാന്യം മീഡിയ വൺ കൊടുക്കുന്നില്ല ഇപ്പോൾ. പിന്നെ വേറൊരു ചാനലിൽ ഒരു സുഹൃത്ത് വരാറുണ്ട് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട്. ആ സുഹൃത്തിനെ കാണുന്നില്ല. ഒരുപക്ഷെ അത് അവധിയിലായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ കാരണം സംഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരുങ്ങി തന്നെയാണ് ഹമാസിന്റെ പേടി സ്വപ്നമായിട്ടുള്ള അവരെ പിന്തുടർന്ന് ഇല്ലാതാക്കുക എന്നുള്ള നയം മൊസാദിന്റെ അവർ പിന്തുടരുക തന്നെ ചെയ്യുകയാണ്.